ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം നമ്മൾ ഭഗവാൻ മഹാദേവൻ്റെ ആ ഒരു രൂപം ഫോട്ടോയുടെ രൂപത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഭഗവാന്റെ രൂപവും ഭഗവാന്റെ കൂടെ ആരാണുള്ളത്? ശ്രീ പാർവതിയാണ് ഉള്ളത്. അതുപോലെ ഭഗവാൻ മഹാവിഷ്ണുവിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ കൂടെ നമ്മൾ മറ്റൊരാളെ കൂടെ ഓർക്കും. ആരാണത്? മഹാലക്ഷ്മിയെ പറ്റി നമ്മൾ ഓർക്കും. അതുപോലെ ബ്രഹ്മദേവനെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ സരസ്വതി ദേവിയെ ഓർക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ വള്ളി ദേവിയെയും ദേവസേനയും ഒക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അതുപോലെ ത്രേതായുഗത്തിലെ ശ്രീരാമസ്വാമിയെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഓർക്കുന്ന മറ്റൊരു പേരാണ് സീതാദേവി. എന്നാൽ ദ്വാപരയുഗത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടെ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് രാധാറാണി. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ശ്രീകൃഷ്ണനും രാധാറാണിയും ഗോപികമാരും. ഇവരെ പറ്റിയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന രൂപങ്ങൾ. നമ്മൾ മഹാഭാരതത്തിലൊക്കെ ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ച കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സത്യഭാമയെ വിവാഹം കഴിക്കുന്നതും സ്യമന്തകമണി അന്വേഷിച്ചു പോയപ്പോൾ ജാമ്പവതിയെ വിവാഹം കഴിക്കുന്നതും ഒക്കെ നമ്മൾ പല ആവർത്തി പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ഭഗവാന്റെ 16,008 ഭാര്യമാരെ പറ്റിയുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഒരു രൂപം നമ്മളൊരു ചിത്രത്തിൽ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഭഗവാൻ രുക്മിണി ദേവിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ജാമ്പവതിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, സത്യഭാമയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ? ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കഥ പറയാൻ വേണ്ടി ചിലപ്പോൾ ഇതൊക്കെ വരയ്ക്കുമായിരിക്കാം. അതല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ചിത്രം കാണുന്നില്ല. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ എപ്പോഴും ആരുണ്ട്? രാധാറാണിയുണ്ട്. രാധാറാണി ഇല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി നമ്മൾ ഓർക്കുകയേയില്ല. ഗോപികമാരില്ലാത്ത ഭഗവാനെ പറ്റിയും നമ്മൾ ഓർക്കാറില്ല. പക്ഷേ രാധാദേവിയും ശ്രീകൃഷ്ണനും തമ്മിൽ വിവാഹം കഴിച്ചോ എന്ന ഒരു ചോദ്യം ആണിവിടെ പ്രസക്തമായിട്ടുള്ളത്. അതുപോലെ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ബന്ധം? ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രാധാദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് വൃന്ദാവനത്തിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് 50 മിനിറ്റൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭണ്ഡീർ വനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. അത് ഉത്തർപ്രദേശിലാണ്, മധുരയ്ക്കടുത്താണ്. അവിടെ ഭണ്ഡീർ വനത്തിൽ വെച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാദേവിയെ വിവാഹം കഴിച്ചത് എന്നാണ് പറയുന്നത്. ബ്രഹ്മദേവനാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രാധാദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭണ്ഡീർ വനത്തിൽ ക്ഷേത്രമുണ്ട്. അവിടെ ഇവരുടെ വിവാഹത്തെ സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ രാധാദേവിയുടെയും ഭഗവാന്റെയും ക്ഷേത്രമൊക്കെ ഉണ്ട്. ഈ ഫെബ്രുവരി 21-ാം തീയതി ആണ് ഭഗവാൻ രാധാദേവിയെ വിവാഹം കഴിച്ചതെന്നും പറയുന്നു. അതിനടുത്ത് ബൻസിവത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കളെ മേയ്ക്കാനായിട്ട് എത്തിയിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പലരും ഇപ്പോഴും അവിടെ ഓടക്കുഴൽ നാദമൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇരുന്നാൽ കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഭണ്ഡീർ വനത്തിലെ പ്രത്യേകത. അപ്പോൾ ഭഗവാൻ രാധാദേവി വിവാഹം കഴിച്ചുവെന്നാണ് പറയുന്നത്. ലക്ഷ്മിമാരാണ്
രുക്മിണീദേവിയും സത്യഭാമയും ജാമ്പവതിയും ഒക്കെ. എന്നാൽ മഹാലക്ഷ്മിയാണ് രാധാദേവി എന്നാണ് പറയുന്നത്. അതായത് ദ്വാപരയുഗത്തിലല്ല ഭഗവാൻ രാധാദേവിയെ വിവാഹം കഴിച്ച്, അതിനുമൊക്കെ ഒരുപാട് മുമ്പേ തന്നെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് രാധാദേവി എന്നാണ് പറയുന്നത്. ദ്വാപരയുഗത്തിൽ വെച്ചിട്ടാണ് ഈ ബണ്ടീർവനത്തിൽ വെച്ചൊരു വിവാഹം നടന്നത്. പക്ഷെ അതിനൊക്കെ ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പേ തന്നെ രാധാദേവി ഭഗവാന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് മഹാലക്ഷ്മിയാണ് എന്ന് പറയുന്നത്. രാധാദേവി ഇല്ലാതെ ഭഗവാനെ പറ്റി നമുക്കൊരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അതെന്താണെന്ന് വർണ്ണിക്കാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് കഴിയുകയുമില്ല. അതീന്ദ്രിയമായ സ്നേഹമാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപികമാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം വൃന്ദാവനത്തിൽ നന്ദഗോപർക്കും യശോദയുടെയും മകനായി ഭഗവാൻ വളരുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗോപികമാർ അവരാരും ഭഗവാന്റെ പ്രായത്തിലുള്ളവരല്ല, ഭഗവാനെക്കാട്ടി മുതിർന്ന ആളുകളാണ്. അവർക്ക് ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ ഇവരൊക്കെ ഈ കൊച്ചു കണ്ണനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഭയങ്കരമായ രീതിയിൽ സ്നേഹിക്കുകയാണ്. ഇത് ഭഗവാനാണെന്നൊന്നും അവർക്കറിയില്ല, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നോ ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർക്ക് കളങ്കമില്ലാത്ത സ്നേഹമാണ് ഭഗവാനോട്. ഭഗവാൻ അവരെ വിട്ടിട്ട് പോകുന്നത് ഓർക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ ഓരോരുത്തരും പല രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്. ഭഗവാൻ ഇല്ലാതെ അവർക്ക് മുമ്പോട്ട് ജീവിക്കാനേ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെന്തിനാണ് ഭഗവാനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എന്തറിഞ്ഞിട്ടാണ് ഇവർ ഭഗവാനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരെന്ന് പറയുന്നത് ഗോപികമാരാണ്. കാരണം ഭഗവാൻ ആരാണ് എന്ന് അറിയാൻ മേലാതെ അവർ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഉറങ്ങുന്നതും ഉണരുന്നതും കുളിക്കുന്നതും നല്ല വസ്ത്രം ധരിക്കുന്നതും എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്, ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ടാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, എന്താണറിയാം, മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ദൈവമാണ്. ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചാലൊക്കെ കേൾക്കും. ഗുരുവായൂരമ്പലത്തിലൊക്കെ ചെന്ന് ചില വഴിപാടുകളൊക്കെ നടത്തിയാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാനാണെന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാനോടുള്ള ഭക്തിയൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയത്തില്ല പാവം ഗോപികമാർക്ക്. എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? ഭഗവാനെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തർ ഗോപികമാരാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോകളിലും നിങ്ങളോട് പറയുന്നത് ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാൻ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാനോട് നമ്മളൊന്നും പറയണ്ട, ഭഗവാൻ അറിയാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എപ്പോഴും സ്നേഹിക്കണമെന്ന് പറയുന്നത്. നമുക്ക് സ്നേഹമുള്ള നമ്മുടെ ഭഗവാനെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ കുറ്റം പറയിപ്പിക്കരുത് എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും അതുകൊണ്ടാണ് ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഏകാദശി എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഏകാദശി എടുത്ത് പല അസുഖത്തിലേക്കൊക്കെ നമ്മൾ പോയാൽ ചിലരങ്ങ് ഉപവസിക്കും, അസുഖമുള്ളവരായിരിക്കും, മരുന്ന് കഴിക്കണം, ഇതൊന്നും കഴിക്കാതെ ഉപവസിച്ചുകൊണ്ടിരിക്കും, പല പ്രശ്നങ്ങളൊക്കെ ചെന്ന് ചാടും. അപ്പോൾ അതിൻ്റെ എല്ലാം കുറ്റം ആർക്കിരിക്കും? ഭഗവാനിരിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ ആരെങ്കിലും കുറ്റം പറയുന്നത് നമുക്കിഷ്ടമാണോ? അല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ നമ്മൾ ഒരിക്കലും ആരെയും കൊണ്ട് ഒന്നും പറയിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ടാണ് ഭഗവാനെ പറ്റി ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ തർക്കിക്കാൻ വരുന്ന ആളുകളുടെ അടുത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭഗവാനെ പറ്റി ഒന്നും പറയാൻ പാടില്ല. ഇനി അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മളത് കേൾക്കാതങ്ങ് മാറിപ്പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഈ വിവാഹത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇത് പ്രത്യേകമായി പറഞ്ഞത് ഇന്നത്തെ ദിവസമാണ് വിവാഹം നടന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഗോപികമാരെങ്ങനെയാണോ ഭഗവാനെ സ്നേഹിച്ചത് അത്രയൊന്നും സ്നേഹത്തിൽ നമുക്ക് പറ്റില്ലെങ്കിലും നമ്മളും ഓരോ ഗോപീജനങ്ങളായി മാറാനായിട്ട് ശ്രമിക്കുക. രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള അനശ്വരമായ സ്നേഹത്തെപ്പറ്റി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക.
എപ്പോഴും നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ഓർക്കുമ്പോൾ രുക്മിണീ ദേവിയെയോ സത്യഭാമയോ ജാമ്പവതിയോ അല്ല നമ്മൾ ഓർക്കുന്നത്. നമ്മളെപ്പോഴും ഓർക്കുന്നത് ആരെയാണ്? രാധാദേവിയെ പറ്റിയിട്ടാണ്. അതിൻ്റെ അർത്ഥം സത്യഭാമയോടോ ജാമ്പവതിയോടോ അല്ലെങ്കിൽ രുക്മിണിയോടോ ഒന്നും ഭഗവാന് സ്നേഹമില്ലാതിരുന്നു എന്നല്ല, അവർക്കും ഭഗവാനോട് സ്നേഹമില്ലാതിരുന്നു എന്നല്ല. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഉപരിയായിട്ട് അതീന്ദ്രിയമായ ഒരു സ്നേഹബന്ധമായിരുന്നു ഭഗവാനും രാധാറാണിയും തമ്മിലുണ്ടായിരുന്നത്. അത് നമുക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നേത്രങ്ങൾ കൊണ്ടോ വർണ്ണിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്. അതുകൊണ്ട് അവരുടെ ആ ദിവ്യമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ഗോപികമാരുടെ ആ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും ഭഗവാന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഭഗവാനെ സ്നേഹിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.